കേവല ഭൂരിപക്ഷമില്ലാത്ത ബി.ജെ.പിയോട് സർക്കാർ രൂപീകരണ വിഷയത്തിൽ ശക്തമായി വിലവേശുമ്പോഴും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിരുപാധിക പിന്തുണയാണ് അറിയിച്ചത്. നരേന്ദ്രമോദി ഇന്ത്യയുടെ യശസ് ഉയർത്തിയെന്നായിരുന്നു TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിന്റെ പ്രതികരണം. മോദിയുടെ നേതൃത്വത്തിൽ ഇത്തവണ NDA ആധികാരിക വിജയമാണ് നേടിയതെന്ന് നിതീഷ് കുമാർ അവകാശപ്പെട്ടു. लोकसभा के नेता के रूप में माननीय नरेंद्र मोदी जी के नाम का प्रस्ताव करता हूं. भारत माता की, भारत माता की. രാജ്നാഥ് സിംഗ് ആണ് മോദിയെ NDA പാർലമെന്ററി പാർട്ടി നേതാവായി നിർദ്ദേശിച്ചത്. അമിത്ഷായും നിതിൻ ഗഡ്കരിയും പിന്താങ്ങി. നിർദ്ദേശത്തെ അനുകൂലിച്ച് സംസാരിച്ച ഘടകകക്ഷി നേതാക്കളും നരേന്ദ്രമോദിയെ പ്രശംസിച്ചു. നരേന്ദ്രമോദി ഇന്ത്യയുടെ യശസ് ഉയർത്തിയെന്നായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ നിരീക്ഷണം. കൂടുതൽ വേഗത്തിൽ വികസനവും നീതിയും മോദിയുടെ നേതൃത്വത്തിൽ ലഭ്യമാക്കുകയാണ് ഇനിയുള്ള ലക്ഷ്യം. I proudly propose the name of Sri Narendra Modi ji on behalf of Telugu Desam Party for the post of Prime Minister of this great nation. NDAയുടെ വിജയം മികച്ചതല്ലെന്ന് വരുത്തി നടക്കുന്ന ശ്രമങ്ങൾ പരിഹാസ്യമാണെന്ന് നിതീഷ് കുമാർ നിരീക്ഷിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൂടുതൽ വേഗത്തിൽ മികച്ച രീതിയിൽ നിയമനീതി നിർവഹണം രാജ്യത്ത് യാഥാർത്ഥ്യമാക്കും. താൻ എപ്പോഴും NDAക്കൊപ്പമാണെന്ന് നിതീഷ് ആവർത്തിച്ചു. तो सब लोग ठीक हैं, हम मिल करके सब लोग चलेंगे और हम लोग पूरा आपके साथ रहेंगे और आप पूरे देश को कितना आगे बढ़ाएंगे ये बहुत खुशी की बात होगी. यही हम लोगों को कहना है. BJPയും ശിവസേനയും ഒരേ വിചാരധാര പിന്തുടരുന്നവരാണെന്നും ഇരു പാർട്ടികളും തമ്മിൽ ഒരിക്കലും ഭിന്നതയുണ്ടാകില്ലെന്നും ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കി. HD കുമാരസ്വാമി, ചിരാഗ് പാസ്വാൻ, അനുപ്രിയ പട്ടേൽ തുടങ്ങിയ ഘടകകക്ഷി നേതാക്കളും മോദിയെ പിന്തുണച്ച യോഗത്തിൽ സംസാരിച്ചു. യോഗശേഷം നരേന്ദ്രമോദി മുതിർന്ന BJP നേതാക്കളായ LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അവരുടെ വസതിയിലെത്തി സന്ദർശിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനും നരേന്ദ്രമോദി അതിഥിയായി. 24 ഡൽഹി.